എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. 1600കളിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ രാജ്പഥിൽ വെച്ചാണ് നടക്കുന്നത്. റിവോൾവർ കണ്ടുപിടിച്ചത്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്. സാമുവൽ കോൾട്ടാണ് റിവോൾവർ കണ്ടുപിടിച്ചത്. എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ ഇവ മാത്രം. ഇതാരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ വാക്കുകളാണ് എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ ഇവ മാത്രം എന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ബചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഏറ്റവും വലിയ തടാകം. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലാണ് ഏറ്റവും വലിയ തടാകം. ഏറ്റവും കൂടുതൽ രേഖാംശരേഖ കടന്നു പോകുന്ന വൻകര. ഏറ്റവും കൂടുതൽ രേഖാംശരേഖ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ഏറ്റവും കൂടുതൽ രേഖാംശരേഖ കടന്നു പോകുന്ന വൻകര. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഈജിപ്ത്. ഈജിപ്തിലെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്. ഏതനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? ഏതനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? 129. 129 അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്. ഏതനുച്ഛേദം പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? ഏതനുച്ഛേദം പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? 316. 316 അനുച്ഛേദം പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്. ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? ഏത് വൈസ്രോയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? 1973 കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത്. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതി. സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി. ഒരു ടൺ എത്ര കിലോഗ്രാം? ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000. ഒരു ടൺ 1000 കിലോഗ്രാമാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എവിടെയാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം? ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാൻബറ. ക്യാൻബറയാണ് ഓസ്ട്രേലിയയുടെ തലസ്ഥാനം. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ്? വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. കന്യാകുമാരിയിലാണ് വിവേകാനന്ദ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം
മഹാബലിപുരം. മഹാബലിപുരമാണ് ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം. ക്യൂബ കണ്ടെത്തിയത്. ക്യൂബ കണ്ടെത്തിയത് 1492 കൊളംബസ്. കൊളംബസ് ആണ് 1492 ക്യൂബ കണ്ടെത്തിയത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ദ്വീപ്. ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്റിൻ. ബഹ്റിനാണ് ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ്. സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത്. സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഗവർണറെ നിയമിക്കുന്നതാര്? ഗവർണറെ നിയമിക്കുന്നതാരാണ്? പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോ. റിച്ചാർഡ് അറ്റൻബറോയാണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. സിംബാബ്വേയുടെ പഴയ പേര്. സിംബാബ്വേയുടെ പഴയ പേര് സദേൺ റൊഡേഷ്യ. സദേൺ റൊഡേഷ്യ എന്നായിരുന്നു സിംബാബ്വേയുടെ പഴയ പേര്. സിംല കരാറിൽ ഒപ്പുവെച്ചത്. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമായിരുന്നു സിംല കരാറിൽ ഒപ്പുവെച്ചത്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മവസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം. സൂക്ഷ്മവസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പാണ് സൂക്ഷ്മവസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം. സ്ഫിൻക്സ് ഏത് രാജ്യത്താണ്? സ്ഫിൻക്സ് ഏത് രാജ്യത്താണ്? ഈജിപ്ത്. ഈജിപ്തിലാണ് സ്ഫിൻക്സ്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പവൽ. ബേഡൻ പവലാണ് സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത്. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1)(c). അനുച്ഛേദം 19(1)(c)യിലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ. ഗണദേവത രചിച്ചത്. ഗണദേവത രചിച്ചത് താരാശങ്കർ ബാനർജി. താരാശങ്കർ ബാനർജിയാണ് ഗണദേവത രചിച്ചത്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലാറി കൊളിൻസും. ഡൊമിനിക് ലാപ്പിയറും ലാറി കൊളിൻസും ചേർന്നാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം 1911. 1911 സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 1911 ഈ സംഭവം നടന്നത്. സ്വതന്ത്ര ഇന്ത്യ ഏത് ദിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത്? സ്വതന്ത്ര ഇന്ത്യ ഏത് ദിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത്? ഹോക്കി. സ്വതന്ത്ര ഇന്ത്യ ഹോക്കിയിലാണ് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്ന വർഷം.
സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്ന വർഷം 2012. 2012 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്നത്. ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു? ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു? ബാബിലോണിലായിരുന്നു ഹാങ്ങിങ് ഗാർഡൻ. ചന്ദ്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി. ചന്ദ്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ചായ കണ്ടുപിടിച്ച രാജ്യം. ചായ കണ്ടുപിടിച്ച രാജ്യം ചൈന. ചൈനയാണ് ചായ കണ്ടുപിടിച്ചത്. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. കുമാരനാശാന്റെ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 2017 101 ഭരണഘടനാ ഭേദഗതി. 2017 101 ഭരണഘടനാ ഭേദഗതിയാണ് GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ന്യൂറോളജി. ന്യൂറോളജിയാണ് ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. പൊന്നി എന്ന നോവൽ രചിച്ചത്. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണനാണ് പൊന്നി എന്ന നോവൽ രചിച്ചത്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവ. ആലുവയിലാണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്നത്. ലേ മിറാബ്ലെ പാവങ്ങൾ രചിച്ചത്. ലേ മിറാബ്ലെ രചിച്ചത് വിക്ടർ യൂഗോ. വിക്ടർ യൂഗോയാണ് ലേ മിറാബ്ലെ പാവങ്ങൾ രചിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. സെൻട്രൽ ഡ്രഗ്സ് ലാബോറട്ടറി എവിടെയാണ്? സെൻട്രൽ ഡ്രഗ്സ് ലാബോറട്ടറി എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് സെൻട്രൽ ഡ്രഗ്സ് ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആര്? ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഗ്ലൂട്ടനാണ് മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മുതൽ 1925 വരെ. 1924 1925 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത്. ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവാണ് ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത്. സൈലന്റ് വാലി ഏത് ജില്ലയിൽ? സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹോയാങ് ഹോ. ഹോയാങ് ഹോയാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ടൈ ബ്രേക്കർ ഫുട്ബോൾ കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നേപ്പാളിൻ്റെ തലസ്ഥാനം. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. കാഠ്മണ്ഡു ആണ് നേപ്പാളിൻ്റെ തലസ്ഥാനം. നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം. നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത്. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013. 2013 മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്നത്. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖം. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖം വെള്ളെഴുത്ത്.
വെള്ളെഴുത്താണ് രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖം. റോക്ക് ഗാർഡൻ എവിടെയാണ്? ചണ്ഡീഗഡിലാണ് റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം. 331. ഭരണഘടനാനുച്ഛേദം 331 ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. 1919 വേഴ്സൈൽ ഉടമ്പടി ഒപ്പുവെച്ചത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നതാരാണ്? പ്രസിഡന്റാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത്. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കടാചലമാണ് കേരള ഗവർണറായ ആദ്യ വനിത. ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം മംഗോളിയയാണ് ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയാണ് ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി. ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് LM സിംഗ്വിയാണ് ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറയിലാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അനുച്ഛേദം 12. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 12 കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യമഞ്ജരിയുടെ കർത്താവ് വള്ളത്തോൾ നാരായണമേനോനാണ് സാഹിത്യമഞ്ജരിയുടെ കർത്താവ്. സഫലമീ യാത്ര രചിച്ചത് NN കക്കാടാണ് സഫലമീ യാത്ര രചിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.